പഠനം എന്നാൽ സൈദ്ധാന്തിക അറിവും ഓർമ്മയും പരീക്ഷയും ആണെന്നാണ് വിചാരം. കാലം മാറി, പഠന രീതികളും മാറി, ആവശ്യങ്ങളും മാറി. അറിവുകൾ ഓർത്തെടുക്കാൻ ഒരുപാട് ഉപകരണങ്ങളും ഉണ്ട്. പ്രായോഗിക കഴിവുകൾ പരിശീലിച്ച് പഠനത്തെ കാര്യക്ഷമമാക്കൽ പ്രധാനപ്പെട്ടതാണ്. കളിച്ച്, കൂട്ടുകൂടി, പ്രശ്നങ്ങളെ നേരിട്ട് സമയം ചെലവഴിക്കുന്നതിലൂടെ പ്രായോഗിക പരിശീലനത്തിൻ്റെ രസകരമായ പഠന അനുഭവമാണ് കുട്ടികൾ നേടിയെടുക്കുക. ഇതിലൂടെ പഠനം എന്നത് കുറേ അറിവുകളേക്കാൾ വൈദഗ്ധ്യാധിഷ്ഠിതമായ വ്യക്തി വികസനത്തിന് മുൻഗണനയുള്ള പ്രായോഗിക മുന്നേറ്റത്തിൻ്റെ വേദിയാകുന്നു. പ്രായോഗിക കഴിവുകളിലൂടെ ജീവിതത്തിൻ്റെ താളവും മികവും നേടിയെടുക്കാൻ കുട്ടികൾക്ക് അവസരമുണ്ട്. കൂട്ടുകാരും പരിശീലനങ്ങളും പ്രോജക്റ്റുകളും എല്ലാം ചേർന്ന് എന്തുമാത്രം നേട്ടങ്ങളാണ് കുട്ടികൾക്ക് ലഭിക്കുക. കുട്ടികളും കളിക്കൂട്ടുകാരും അവർ ചെയ്തു കൂട്ടുന്ന രസകരമായ പരിപാടികളും പരിശീലനങ്ങളും വെറും നേരം പോക്കാക്കരുത്. പ്രായോഗിക പരിശീലനങ്ങൾ ഒരുപാട് കഴിവുകളെ വളർത്തുന്നുണ്ട്. ഉദാഹരണമായിട്ട് ലീഡർഷിപ്പ് പരിശീലനം, ശാന്തമായി ചിന്തിച്ച് വിലയിരുത്തുന്ന ശീലം, സൈലൻസിൻ്റെ നന്മ, ശ്രദ്ധിക്കാനുള്ള കഴിവ്, ലക്ഷ്യം നേടിയെടുക്കാൻ പ്ലാൻ തയ്യാറാക്കൽ, നേടിയെടുക്കേണ്ട ലക്ഷ്യം ഉറപ്പിക്കൽ, അച്ചടക്കം പരിശീലിക്കൽ, കോൺഫിഡൻസ് ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കൽ, ടീം വർക്ക് കൂട്ടുകാരോട് ചേർന്ന് ലക്ഷ്യങ്ങൾ നേടിയെടുക്കൽ, പരിശീലനത്തിലുള്ള സന്തോഷവും വിജയങ്ങളും, ഇങ്ങനെ ഒരുപാട് കഴിവുകൾ വളർത്തുമ്പോൾ പഠനം എന്നത് വാട്ട് എന്നതിനേക്കാൾ ഹൗ ആയി അനുഭവിക്കുന്നത് കാണാനാകും. ഇത് പഠിക്കാനുള്ള താല്പര്യത്തെയും പഠനകാര്യങ്ങൾ ചിന്തിക്കുന്നതിനെയും ശക്തിപ്പെടുത്തും. ലേണിംഗ് എജിലിറ്റി വർദ്ധിക്കും. പരിശീലനത്തിലൂടെ പ്രായോഗിക നൈപുണ്യങ്ങളിലൂടെ പഠിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കാം.